നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രസീലിൻ്റെ കളി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇന്ന് പുലർച്ചെ നടന്ന മത്സരം ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം. കാർലോ അഞ്ചലോട്ടി കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഈ കളി കണ്ടിട്ട് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു വേൾഡ് കപ്പിൽ ബ്രസീൽ മികച്ച പ്രകടനം നടത്തും, അതിനുള്ള കപ്പാസിറ്റി ബ്രസീലിനുണ്ട് എന്ന് തെളിഞ്ഞ മത്സരമാണിത് എന്ന് അദ്ദേഹം പറയുന്നു. കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു, ഇന്നത്തെ മത്സരം എനിക്കൊരു കാര്യം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്ക് വേൾഡ് കപ്പിൽ മികച്ച ടീമുകളോട് പോരാടാൻ പറ്റും, ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ കളിച്ചത് വളരെ സ്ട്രോങ് ആയ ഒരു ടീമിനോടാണ്. നമ്മൾ അവസാന മിനിറ്റ് വരെ വിജയത്തിനായിട്ട് കോമ്പീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ വളരെ കൺവിൻസ്ഡ് ആണ്, വേൾഡ് കപ്പിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് വിത്ത് ഓൾ അവർ എനർജി. എനിക്ക് അക്കാര്യം ഉറപ്പുണ്ട്. ഈ ടീം, നമ്മുടെ ടീം പുതിയ ടീമാണ്, പല താരങ്ങളും പുതുതായിട്ട് വന്നവരാണ്. അവർ അത്രയധികമൊന്നും പരസ്പരം ഒരുമിച്ച് കളിച്ച് പരിചയമുള്ളവരല്ല. ലിയോ പെരീരയും ബ്രമറും ഒക്കെ മികച്ച രൂപത്തിലാണ് അവരുടെ ഡിഫൻസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഓരോ താരങ്ങളെടുത്ത് നോക്കുക. ലിയോ പെരീര വാസ് വെരി ഗുഡ്. അസസ്മെൻ്റ് കാര്യത്തിൽ അദ്ദേഹം വളരെ മികച്ച രൂപത്തിലാണ് ഡിഫൻസിൽ കാര്യങ്ങൾ അസസ് ചെയ്തത്, വളരെ പോസിറ്റീവായിരുന്നു. ഇഗോർ തിയാഗോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു, നല്ല രൂപത്തിൽ ചെയ്തു. ഡാനിലോ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. ഗബ്രിയേൽ സറ അദ്ദേഹത്തിൻ്റെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഇബാനസ് അദ്ദേഹത്തിൻ്റെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ താരങ്ങൾ അവരെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ടീമിന് കപ്പാസിറ്റി ഉണ്ട്, വേൾഡ് കപ്പിൽ നന്നായിട്ട് പോരാടും എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ആഞ്ചലോട്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബ്രസീൽ ഫ്രാൻസിനെതിരെ കളിച്ചത് അവരുടെ നോർമൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവേണ്ട 8 താരങ്ങളില്ലാതെയാണ്. ഇപ്പോൾ റോഡ്രിഗോ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അദ്ദേഹം വേൾഡ് കപ്പിന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 7 സ്റ്റാർട്ട് ചെയ്യപ്പെടേണ്ട താരങ്ങളില്ലാതെയാണ് ബ്രസീൽ കളിക്കാൻ ഇറങ്ങിയത്. ആലിസൺ ആണെങ്കിലും, ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസ് ആണെങ്കിലും, അതുപോലെ മാർക്കിഞ്ഞോസ് ആണെങ്കിലും, എദർ മിലിറ്റാവോ, ഇവർ 3 ആൾ ഒരുമിച്ച് കളിക്കുമെന്ന് വെച്ചാൽ റൈറ്റ് ബാക്ക് ആയിട്ട് എദർ മിലിറ്റാവോയെ കളിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കോച്ച് ചിന്തിക്കുന്നത്. അതുപോലെ അലക്സാൻഡ്രോ ഇല്ല, പിന്നെ ബ്രൂണോ ഗുയിമേറസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ബ്രസീൽ കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടീം നല്ല രൂപത്തിൽ തന്നെ രണ്ടാം പകുതിയിലൊക്കെ പോരാടിയിട്ടുണ്ട്. ആദ്യ പകുതിയിലും ആ സ്ട്രക്ചർ നിലനിർത്താൻ ബ്രസീൽ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്, പുതിയൊരു ടീം, പുതിയ കുറേ താരങ്ങളുള്ളൊരു ടീം. കളിക്കുന്ന ആരോടാ? കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒത്തിണക്കത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസ് ടീമിനോട്. അപ്പോൾ അവിടെ വലിയൊരു ഹ്യൂമിലിയേഷൻ ഇല്ലാതെ മോശമല്ലാത്ത രൂപത്തിൽ കോമ്പീറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ബ്രസീലിൻ്റെ ഈ പുത്തൻ ടീം. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ടീമിന് നല്ല കപ്പാസിറ്റി ഉണ്ട്, വേൾഡ് കപ്പിൽ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുമെന്ന്. പിന്നെ കുറേ ആളുകൾ പരിക്കേറ്റൊരു കളിക്കാരനെ ആഞ്ചലോട്ടി എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആഞ്ചലോട്ടി തെറി വിളിക്കാൻ നടക്കുന്നുണ്ട്. അത് അവരങ്ങനെ നടക്കട്ടെ. അതായത് ആഞ്ചലോട്ടിയേക്കാൾ വലിയ കളി അറിവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, പരിക്കേറ്റ് കളിക്കാൻ പറ്റാതെ 3 കളിയൊന്നും അടുപ്പിച്ച് കളിക്കാൻ പോലും പറ്റാത്തൊരു കളിക്കാരനെ ടീമിലെടുത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ തെറിവിളിയൊക്കെ. നോക്കണം, അയാളില്ലെങ്കിൽ ബ്രസീലേ ഇല്ല എന്ന് കരുതുന്നവർക്ക് അങ്ങനെ കരുതാം. പക്ഷേ ഇത് ബ്രസീലാണ്, പ്രതിഭകളുടെ അക്ഷയപാത്രമാണ്. തീർച്ചയായിട്ടും നെയ്മറിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ആഞ്ചലോട്ടിയുടെ ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസം വെക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.